ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മളൊരു പുതിയ വീട് വയ്ക്കുന്ന സമയത്ത് നമുക്ക് സിമ്പിളായിട്ട് അത്യാവശ്യം ചെറിയൊരു കിച്ചൺ ആണെങ്കിൽ അതിനകത്ത് നമുക്ക് എങ്ങനെ സ്വിച്ച് ബോർഡ് കാര്യങ്ങൾ കൊടുക്കാം, ഏതൊക്കെ പൊസിഷനിൽ കൊടുക്കാം, എത്ര ഹൈറ്റിൽ കൊടുക്കാം എന്നാണ് നമ്മൾ നോക്കുന്നത്. ഇതിപ്പോൾ കിച്ചണിലേക്ക് കിടന്ന എൻട്രൻസ് ആണ് വരുന്നത്. എൻട്രൻസിൽ നമ്മൾ മെയിനായിട്ട് ഒരു സ്വിച്ച് ബോർഡ് വയ്ക്കുന്നുണ്ട്. ഈ സ്വിച്ച് ബോർഡ് നിങ്ങൾക്ക് ഡോറ് തുറന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡോ അല്ലെങ്കിൽ ഡോറിന് തടസ്സമല്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് വയ്ക്കാം. ഇത് താഴെ നിന്ന് 130 സെൻറ്റിമീറ്ററിലാണ് ആ ബോക്സിൻ്റെ അടിവശം വരുന്ന രീതിയിൽ വെച്ചിരിക്കുന്നത്. അവിടെ വരുന്ന സ്വിച്ചുകൾ ലൈറ്റിൻ്റെ സ്വിച്ചുകളും ഫാനിൻ്റെ സ്വിച്ചുകളുമാണ് വരുന്നത്. പിന്നെ നമ്മൾ അടുത്തത് നോക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു സ്ലാബ് ഓൾറെഡി ചെയ്യുന്നുണ്ട്. ഫുൾ സ്ലാബാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ മൾട്ടിവുഡ് ഏതാണോ കബോർഡ് സിസ്റ്റം ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഹൈറ്റ് വരുന്നത് 85-90 സെൻറ്റിമീറ്റർ ഇടയ്ക്കാണ് വരുന്നത്. അതിൽ നിന്ന് ഒരടി, അതായത് 30 സെൻറ്റിമീറ്റർ ഹൈറ്റിൽ പൊക്കിയിട്ട് വേണം നമ്മൾ അവിടെ ഒരു സ്വിച്ച് ബോർഡ് വയ്ക്കാൻ. ഈ സ്വിച്ച് ബോർഡ് നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്ന പവർ പ്ലഗ്ഗാണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ ഇൻഡക്ഷൻ കുക്കർ, അതുപോലെ തന്നെ മിക്സി, അതുപോലെ തന്നെ എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്, പിന്നെ ഇൻഡക്ഷൻ കുക്കർ പവറിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു സ്വിച്ച് ബോർഡ് കൊടുക്കുന്നുണ്ട്. അത് 2 സ്വിച്ചും 2 പ്ലഗും കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ. പിന്നെ അടുത്ത സെക്ഷൻ വരുന്നത് സിങ്കിൻ്റെ സൈഡാണ്. സിങ്കിൻ്റെ സൈഡിൽ നമ്മളൊരു മോട്ടറിൻ്റെ സെക്ഷൻ സാധാരണ വരുന്നത് സിങ്കിൻ്റെ സൈഡിലാണ്. ആ സിങ്കിലേക്ക് നമ്മൾ വെള്ളം യൂസ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്ത് തന്നെ മോട്ടറിൻ്റെ സ്വിച്ച് കൂടി നമുക്ക് കൊടുക്കാനുള്ള ഓപ്ഷനും, പിന്നെ അതുപോലെ തന്നെ അവിടെ തന്നെ നമുക്കൊരു കുറച്ചുകൂടി സ്ഥലം ഉണ്ടെങ്കിൽ, ഇപ്പോൾ കുറച്ച് സ്ഥലമുണ്ട് അതിനുകൊണ്ട് നമ്മളവിടെ സ്വിച്ചും പ്ലഗും കൂടി കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ കൊടുക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ 2 സ്വിച്ച് ബോർഡാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ടോട്ടൽ വരുന്നത് 3 പ്ലഗും സ്വിച്ചും ഓൾറെഡി നമുക്ക് ഇവിടെ വരുന്നുണ്ട്. പിന്നെ വരുന്ന ഏരിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രിഡ്ജിൻ്റെ ഏരിയയാണ്. ഫ്രിഡ്ജിൻ്റെ ഏരിയ നിങ്ങൾക്ക് ഇതുപോലെ സെപ്പറേറ്റ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഏറ്റവും നല്ല ബെറ്റർ ഐഡിയ ആണ്. കാരണം ആ സ്ലാബോടെ ഈ ഏരിയ മാറ്റിയിട്ടിട്ട് അതിൽ കറക്റ്റായിട്ട് ഫ്രിഡ്ജ് ഇറങ്ങി നിൽക്കുമെങ്കിൽ ഒട്ടും പ്രൊജക്ഷൻ ഇല്ലാത്ത രീതിയിൽ ഒരു സൈഡിൽ ഒതുങ്ങി ഫ്രിഡ്ജ് യൂസ് ചെയ്യാം. ഫ്രിഡ്ജിൻ്റെ ഹൈറ്റ് നമ്മൾ കൊടുക്കുന്നത് ഏകദേശം 150 സെൻറ്റിമീറ്ററാണ് എൻ്റെ സ്വിച്ച് ബോർഡ് കൊടുക്കുന്നത്. പിന്നെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈറ്റുകളാണ്. ഒരു ലൈറ്റ് അവിടെ വന്നു, പിന്നെ നമ്മൾ എക്സോസ്റ്റ് ഒരെണ്ണം കൊടുത്തു, പിന്നെ ഫാനിൻ്റെ ഓപ്ഷൻ വന്നു, പിന്നെ നേരെ ഒരു ലൈറ്റ് കൂടി വന്നു. കിച്ചണിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്യൂബും ഒരു ഹോൾഡറും ഉള്ളത് വളരെ അത്യാവശ്യമാണ്. കാരണം ഏതെങ്കിലും ഒരു ബൾബോ അല്ലെങ്കിൽ ട്യൂബോ പോയി കഴിഞ്ഞാൽ നമുക്ക് കിച്ചണിൽ വെട്ടമില്ലാത്തൊരു അവസ്ഥ വരരുത്. അപ്പോൾ ഒരു ട്യൂബ് ലൈറ്റും ഒരു സാധാരണ ഒരു LED ലൈറ്റും കൊടുക്കുകയാണെങ്കിൽ ബെറ്ററാണ്. നമ്മൾ ഈ പറയുന്ന എൻട്രൻസിലാണ് നമ്മൾ ഈ പറയുന്ന സ്വിച്ച് ബോർഡിൻ്റെ ആണ് ലൈറ്റിൻ്റെ സ്വിച്ചും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. എക്സോസ്റ്റ്, ഫാൻ, പിന്നെ 2 ലൈറ്റ് കൂടി കൊടുക്കുന്നത്. വേണമെങ്കിൽ നമുക്കവിടെ പ്ലഗ് ഇടാൻ സ്ഥലം ഉണ്ടെങ്കിൽ നമുക്കൊരു പ്ലഗ് കൂടി കൊടുത്താൽ നന്നായിരിക്കും. നമുക്ക് മൊബൈൽ ചാർജിങ് എന്തെങ്കിലും ജസ്റ്റ് അത്യാവശ്യമായിട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൊടുക്കുന്നതിന് നല്ലതായിരിക്കും. ഏകദേശം സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു സ്ലാബ് നമ്മൾ സിമ്പിളായിട്ട് ചെയ്തതിന് ശേഷം വാർത്ത് ചെയ്യുന്നതാണ് കുറച്ചുകൂടി സേഫ്റ്റി. അതുമാത്രമല്ല നമ്മൾ മൾട്ടിവുഡ് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ താഴെ വെച്ച് നമുക്ക് ഫില്ല് ചെയ്യാം. അപ്പോൾ അത്രയും കോസ്റ്റ് കുറയ്ക്കാം. ഹൈലി സ്ട്രോങ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാനും പറ്റും. ഏകദേശം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് കിച്ചൻ്റെ ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. ഇപ്പോൾ നമ്മളൊരു സ്വിച്ച് ബോർഡ് വേണമെങ്കിൽ നമുക്ക് ഈ ഏരിയയിലും വേണമെങ്കിൽ ഒരു സ്വിച്ച് ബോർഡുകൾ നമുക്ക് കൊടുക്കണമെങ്കിൽ നമുക്ക് കൊടുക്കാം. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.